ക്രിസ്തുമസ് പ്രസംഗം. മാന്യസദസ്സിന് വന്ദനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന് ആഹ്വാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണല്ലോ ഡിസംബർ 25. ലോകമൊട്ടാകെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്ന വലിയ സന്ദേശം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ണിയേശുവിൻ്റെ ജനനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കലിനായാണ് ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കലിനായി പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും മറ്റ് അലങ്കാരങ്ങളും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഭവനം സുന്ദരമാക്കുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ക്രൈസ്തവരുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. എങ്കിലും ലോകത്ത് പല ഭാഗത്തുള്ള നാനാജാതി മതസ്ഥരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസ് നാളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും മധുരം പങ്കുവയ്ക്കലും കരോൾ ഗാന മത്സരവും നടത്തപ്പെടുന്നു. മാലാഖമാർ മുഖേന യേശു ജനിച്ച വാർത്ത ആദ്യമറിഞ്ഞ് പുൽക്കൂട്ടിൽ എത്തിയത് ആട്ടിടയന്മാരാണ്. നക്ഷത്രമില്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒരിക്കലും പൂർണ്ണമാകില്ല. 3 രാജാക്കന്മാർക്ക് ഉണ്ണിയേശുവിലേക്കുള്ള വഴികാട്ടിയായത് ആ നക്ഷത്രമാണ്. ആകാശത്തിലുദിച്ച ആ ദിവ്യ നക്ഷത്രമാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം വീട്ടിൽ പ്രധാനമായും ക്രിസ്തുമസ് സ്റ്റാറുകൾ ഇടുന്നത്. മഞ്ഞു പെയ്യുന്ന ഡിസംബർ രാവിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും ക്രിസ്തുമസിനായുള്ള സ്റ്റാറുകളും ക്രിസ്തുമസ് അലങ്കാര വെട്ടങ്ങളും വീടുകളിൽ തെളിയിക്കും. കാലിൽ തൊഴുത്തിൽ പിറന്ന യേശുദേവൻ്റെ ജനനത്തെ അനുസ്മരിച്ചാണ് ഓരോ പുൽക്കൂടും തയ്യാറാക്കുന്നത്. കാലിത്തൊഴുത്തിൽ ഉണ്ണി പിറന്നതുകൊണ്ട് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കൂടെ ആട്ടിടയന്മാരെയും കന്നുകാലികളെയും പുൽക്കൂടിൻ്റെ ഒരറ്റത്ത് സ്ഥാപിക്കുന്നു. യേശുവിനെ കാണാൻ വന്ന 3 രാജാക്കന്മാരെയും പുൽക്കൂട്ടിൽ ഒരുക്കി വയ്ക്കുന്നു. ക്രിസ്തുമസിൻ്റെ പ്രധാന വിഭവങ്ങളായി കണക്കാക്കുന്നത് പ്ലം കേക്കും വൈനും വിവിധ ഇനം പലഹാരങ്ങളുമാണ്. ക്രിസ്തുമസിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടി പരസ്പരം നമ്മൾ മധുരം കൈമാറുകയും ചെയ്യുന്നു. ദേവാലയങ്ങളിൽ ക്രിസ്തുമസ് ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ഗാനങ്ങളും നടത്തുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുക്രിസ്തു താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അയൽവക്കത്തെ വീട്ടിൽ താമസിക്കുന്നവരെ പോലും അറിയാത്ത ഒരു കാലമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നമ്മുടെ വഴക്കും വിദ്വേഷവുമെല്ലാം മറന്ന് സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നേറാം. ക്രിസ്തുമസ് എന്നത് ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു ആഘോഷമാണ്. എന്നാൽ ഇന്ന് ആർക്കും ഒത്തുചേരലിന് സമയമില്ലാതെയായി. ലോകമെമ്പാടുമുള്ള ആളുകൾ പല ഭാഗത്തിരുന്ന് അവരുടേതായ രീതിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ക്രിസ്തുമസ് നമുക്ക് പകർന്നു നൽകുന്നു. ഹൃദയത്തിൽ നന്മയും സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ ഈ ക്രിസ്തുമസ് മുഖാന്തരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നന്ദി.